കടലിലെ ദ്വീപുരാജ്യമായി തായ്വാനെ വിഴുങ്ങാൻ തയ്യാറെടുക്കുകയാണ് ചൈനീസ് ഭീമൻ എന്ന റിപ്പോർട്ടുകൾ അടിക്കടി പുറത്തുവരുന്നുണ്ട്. നിരവധി യുദ്ധവിമാനങ്ങൾ തായ്വാന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ് ദക്ഷിണ ചൈനാക്കടലിലെ സുരക്ഷാ ഭീഷണിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പേരെടുത്തു പരാമർശിച്ചില്ല എങ്കിലും ഈ മേഖലയിലെ ചൈനീസ് പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തിയായിരുന്നു ക്വാഡ് അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചത്. ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ കടലിൽ നടക്കുന്ന ഉരസലുകളിലും ക്വാഡ് ആശങ്ക രേഖപ്പെടുത്തി. ക്വാഡിനെതിരെ ചൈനയും രംഗത്തു വന്നിരുന്നു. തെക്കൻ ചൈനാക്കടൽ സമീപകാലത്ത് ഏറ്റവും വലിയ സംഘർഷങ്ങൾ നടക്കുന്ന മേഖലയാണ്. ദിവസങ്ങൾ തോറും അനേകം ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമമേഖല ലംഘിച്ചു പറക്കുന്നു. തങ്ങളെ പ്രകോപിപ്പിക്കാനായ ഈ അഭ്യാസങ്ങൾ തായ്വാൻ ജനതയെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. തദ്ദേശീയമായ സ്ഥിരതയും സമാധാനവും നഷ്ടപ്പെടുന്നത് ലോകത്തിലെ തന്നെ പ്രമുഖ വ്യാപാര വ്യവസായിക ഹബ്ബുകളിലൊന്നായ തായ്വാനെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. US-ന്റെ ശ്രദ്ധയും തായ്വാനിലാണ്. ഓക്കസ് പ്രതിരോധം തങ്ങളിലൂടെയും തങ്ങളുടെ മറ്റ് അംഗരാജ്യങ്ങളുടെ നാവിക സാന്നിധ്യത്തിലൂടെയും തെക്കൻ ചൈനാക്കടലിൽ ചൈനയ്ക്കെതിരായ ഒരു വൻമതിലൊരുക്കാൻ US അശ്രാന്ത പരിശ്രമത്തിലുമാണ്. ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്കാകും സ്ഥിതിഗതികൾ മാറുക എന്നുവരെ ചില നിരീക്ഷകർ വാദമുയർത്തുന്നു. തെക്കൻ ചൈനാക്കടലിൽ US തങ്ങളുടെയും സഖ്യസേനകളുടെയും സാന്നിധ്യം ശക്തമാക്കിയതും ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവരുമായി ഓക്കസ് ത്രികക്ഷി സുരക്ഷാ മുന്നണി ഉണ്ടാക്കിയതും ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയ്ക്ക് ആണവ മുങ്ങിക്കപ്പലുകൾ നൽകാനെടുത്ത തീരുമാനവും പ്രകോപനപരമായാണ് ചൈന വീക്ഷിച്ചത്. ചൈനയും തായ്വാനുമായുള്ള സൈനിക താരതമ്യം ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതുമാണ്. 140 കോടി ജനസംഖ്യയുള്ള ചൈനയും വെറും 2.5 കോടി ജനസംഖ്യയുള്ള തായ്വാനും തമ്മിൽ വലിയ അന്തരവുമുണ്ട്. ചൈനയുടെ മിലിറ്ററി ബഡ്ജറ്റ് 25,000 കോടി US$ആണ്. തായ്വാന്റേത് 1,500 കോടി US$ തികയില്ല. ചൈനയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. മറ്റു ലോക രാജ്യങ്ങൾക്കൊന്നും ഇടപെടാനാകുന്നതിന് മുൻപ് ഒറ്റയടിക്ക് തായ്വാൻ കീഴടക്കാനാകും ചൈന ഉന്നം വയ്ക്കുക. അതിനു മുൻപായി സൈബർ യുദ്ധക്രമം ഉപയോഗിച്ച് തായ്വാന്റെ സാമ്പത്തിക നിലയും നാവിക ഉപരോധം ഉപയോഗിച്ച് രാജ്യത്തേക്കുള്ള സപ്ലൈ റൂട്ടുകളെയും തകർക്കും. പിന്നെ അധിനിവേശം. പടക്കപ്പലുകളിലും അന്തർവാഹിനികളിലും യുദ്ധവിമാനങ്ങളിലുമായി തായ്വാനിലേക്ക് ഇരച്ചെത്തുന്ന ചൈനീസ് സേന ചൈനയെ തൂത്തടിച്ചു തോൽപ്പിക്കാൻ തായ്വാന് ചിലപ്പോൾ കഴിഞ്ഞേക്കില്ല. പക്ഷേ അവരോട് പോരാടി നിൽക്കാനും ചൈനീസ് സൈന്യത്തിന്റെ ന്യൂനതകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും അവർക്ക് പറ്റുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. കടലാസിൽ പുലികളാണെങ്കിലും യുദ്ധപരിചയവും ക്ഷമതയും അത്രക്കില്ലാത്തതായ സൈന്യമാണ് ചൈനയുടേത് എന്നാണ് വിലയിരുത്തൽ. ഒരു യുദ്ധമുണ്ടായാൽ ഇവ പ്രകടമായി വെളിയിൽ വരുമെന്നും പാശ്ചാത്യ ശക്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട്.